dears, welcome back to the channel Happy Life. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളും? അപ്പം ഇന്ന് നോമ്പ് 4 ആയല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരുടെയും ഈ ഒരു 4 നോമ്പും? നല്ല അടിപൊളിയായിട്ട് പോയോ? ക്ഷീണം ഉണ്ടായിരുന്നോ? എന്തൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഞങ്ങളുടെ നോമ്പ് കുഴപ്പമില്ല, ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ വന്നെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ എന്തൊക്കെയാ, ആകെ ഒരു നോമ്പ് എടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനിയും നോമ്പ് എടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടേബിളിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. ഒരു 5 മിനിറ്റും കൂടി ഉള്ളൂ കേട്ടോ ഇനി ബാങ്ക് കൊടുക്കാനായിട്ട്. ഓക്കെ, ഗുഡ്. അപ്പോൾ ദേ നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കാണിച്ചു തരാം. കട്ട്ലറ്റ് ഉണ്ട്, പഴംപൊരി ഉണ്ട്, അപ്പോൾ എല്ലാം ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതേ നമ്മൾ അങ്ങനെ ഇരിക്കുകയാണ് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട്. ബാങ്ക് കൊടുക്കട്ടെ, അപ്പോൾ നമുക്ക് നോമ്പ് തുറക്കാം കേട്ടോ. ഫ്രണ്ട്സ്, ബാങ്ക് കൊടുത്തപ്പോൾ പച്ചവെള്ളമൊക്കെ കുടിച്ച് നോമ്പ് തുറന്നു കേട്ടോ. ഇതൊരു പാഷൻ ഫ്രൂട്ട് ഡ്രിങ്കാണ്. പാഷൻ ഫ്രൂട്ടിൻ്റെ സ്ക്വാഷിൽ സോഡ ഒക്കെ ഒഴിച്ചിട്ടുള്ള ഒരു ഡ്രിങ്കാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കുടിക്കാൻ. അത് മുഴുവനായിട്ട് ഞാൻ ആ ഒരു ഗ്ലാസ് കുടിക്കുന്നുണ്ട് കേട്ടോ. അതങ്ങനെ കുടിച്ചപ്പോൾ എന്താ പറയുക, നമ്മുടെ ശരീരം ആകെ തണുത്തൊരു ഫീലാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ സ്നാക്സും ഫ്രൂട്ട്സൊക്കെ കഴിച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ 4ാമത്തെ നോമ്പും അൽഹംദുലില്ലാഹ് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ നോമ്പൊക്കെ കഴിഞ്ഞു. ഇപ്പൊ ഈ ഒന്ന് കഴിഞ്ഞിട്ടോ. ഇനി നാളെ ആരൊക്കെ നോമ്പ് എടുക്കുന്ന അറിയില്ല. എനിക്കെടുക്കാൻ ആഗ്രഹമുണ്ട്. ഞാൻ എടുക്കും നാളെ. ഇന്നത്തെ വിളിക്കണം, അത്താഴത്തിന് വിളിക്കണം. നാളെ എത്ര നടക്കുന്നുണ്ട് നോമ്പ്? ഓരോന്നും കൂടി എടുക്കും. ഒരെണ്ണം കൂടി അല്ലേ? ഓക്കെ ഡൺ. ഫ്രണ്ട്സ്, നോമ്പൊക്കെ തുറന്ന് നിസ്കാര കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എന്താ പറയുക, കുറച്ച് നേരമൊക്കെ റെസ്റ്റൊക്കെ എടുത്ത് ഒന്ന് കിടന്നു വിട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ എണീറ്റ് വന്നതാണ്. ഇനി എന്താ പറയുക, മെയിൻ ഫുഡായിട്ടുള്ള പത്തിരിയാണ് കേട്ടോ. പത്തിരിയും മുട്ടക്കറിയാണേ ഇന്ന്. അപ്പോൾ അത് കഴിക്കണം. ഒരു ചെറിയ വിശപ്പൊക്കെ വന്നിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ കഴിക്കാം. പിന്നെ മക്കളെ ഇന്ന് പഠിപ്പിച്ചിട്ടില്ല കേട്ടോ. കുറച്ചധികം ഇന്ന് മോനൊക്കെ എഴുതാനും പഠിക്കാനൊക്കെ ഉണ്ട്. എക്സാം ആണല്ലോ, അപ്പോൾ അവർക്ക് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം വിചാരിച്ചു ഞാൻ അവരെ പഠിപ്പിക്കാൻ ഇരുത്താമെന്ന്, പക്ഷേ എന്തോ വിശപ്പ് സമ്മതിക്കുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് അവരെ പഠിപ്പിക്കാൻ ഇരുത്താം എന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു എനർജി ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ എന്തെങ്കിലും ഒന്ന് കഴിക്കാനെടുക്കട്ടെ കേട്ടോ. ഇത് കഴിക്കാമെന്ന് വിചാരിച്ചു. അതേ കാസറോളിൻ്റെ അകത്ത് പത്തിരി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വലിയ പത്തിരിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി ഇതിലോ കഞ്ഞിയാണ് കേട്ടോ. കഞ്ഞി എന്ന് പറയും, ചീരോ കഞ്ഞി എന്ന് പറയും. പിന്നെ നിങ്ങൾ അവിടെ എന്താ ഇതിന് പറയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം അതുണ്ട്. ഇനി അതിലോട്ടുള്ള കറിയാണ് കേട്ടോ, മുട്ടക്കറിയാണ്. ഇത് തേങ്ങ വറുത്തരച്ച് വെച്ചിട്ടുള്ളതാണ്. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പം എന്തായാലും ഞാൻ പത്തിരിയൊക്കെ ഒന്ന് എടുക്കട്ടെ കേട്ടോ. പത്തിരിയും മുട്ടക്കറിയൊക്കെ കഴിച്ചോട്ടെ. നമ്മൾ ഉണ്ടാക്കിയതാണ് കേട്ടോ മുട്ടക്കറിയൊക്കെ. കഴിച്ചു കഴിഞ്ഞു കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. മുട്ടക്കറി നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. വറുത്തരച്ച് വെച്ചതായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി പത്തിരിയൊക്കെ കഴിച്ചു. 2 പത്തിരി കഴിച്ചുള്ളൂ കേട്ടോ. കഞ്ഞി എടുത്തിട്ടുണ്ട്, മഞ്ഞക്കഞ്ഞി ഞാൻ കാണിച്ചു തന്നായിരുന്നില്ലേ. കഞ്ഞി ഇതെനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു 2 സ്പൂണൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യും എന്നുള്ളൂ കേട്ടോ. അല്ലാതെ അങ്ങനെ നന്നായി കഴിക്കൊന്നുമില്ല, അത്ര വലിയ ഇഷ്ടമില്ല. ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തതാണേ. അപ്പോൾ ഇതൊന്ന് കുടിച്ചോട്ടെ ഞാൻ.
ഇതൊക്കെയാണ് കേട്ടോ എന്താ പറയുക, ഇതൊക്കെ ഉണ്ടാക്കിയാലാണ്, ഇതൊക്കെ കുടിക്കുമ്പോഴാണ് കേട്ടോ ഈ നോമ്പിൻ്റെ ഒക്കെ ഒരു ഫീല് കിട്ടുന്നത്. നമ്മുടെ തരിക്കഞ്ഞി, പിന്നെ ചക്രമത്ത, വാട്ടർമെലൻ, അതൊക്കെ ഇങ്ങനെ അതിൻ്റെ ആ ഒരു സ്മെല്ല്, അതൊക്കെ ഇങ്ങനെ വീട്ടിൽ ഉണ്ടാക്കുമ്പോഴും ഒക്കെ എന്താ പറയുക, അപ്പോഴാണ് ആ ഒരു നോമ്പിൻ്റെ ഫീല് കിട്ടുന്നത് കേട്ടോ. നോമ്പാണല്ലേ എന്നുള്ള ഒരു ഫീൽ ഉണ്ടാവില്ലേ. ഓൾറെഡി നമ്മൾ നോമ്പെടുത്ത ക്ഷീണം കാര്യങ്ങളുണ്ടാവും, അപ്പോൾ എന്തായാലും നോമ്പാണെന്നുള്ളതുണ്ട്. പക്ഷെ ഈ വക കാര്യങ്ങളൊക്കെ കൂടെ ആകുമ്പോൾ ഭയങ്കര ഒരു ഫീലാണ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു കേട്ടോ. മഞ്ഞക്കഞ്ഞിയൊക്കെ കുടിച്ചു, പത്തിരി കഴിച്ചു, അങ്ങനെ വയറ് നല്ല ഫില്ലായിട്ടുണ്ട്. ഇനിയൊന്നും കഴിക്കാനുള്ള വയറില്ല. മഞ്ഞക്കഞ്ഞി അത്ര അധികം കുടിച്ചില്ല കേട്ടോ, 2 സ്പൂൺ ഒന്ന് ടേസ്റ്റ് നോക്കിയെന്നുള്ളൂ. പത്തിരിയും 2 എണ്ണം കഴിച്ചു. പിന്നെന്താ, അപ്പം അതോടുകൂടി എൻ്റെ വയറ് ഫില്ലായിട്ടോ. ഇനി മക്കളെ പഠിപ്പിക്കാൻ ഇരുത്താനുണ്ട്. ഇപ്പോൾ തന്നെ 9 മണി കഴിഞ്ഞു കേട്ടോ, 9:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അവരെ പഠിപ്പിക്കാൻ അത്യാവശ്യമുണ്ട് കേട്ടോ, എഴുതാനൊക്കെ ഉണ്ട് അവർക്ക്. അതൊക്കെ കഴിഞ്ഞ് എപ്പോഴാണ് കിടക്കാന്നുള്ളത് അറിയില്ല. അവർക്ക് നാളെ സ്കൂളും ഉണ്ട്, അപ്പോൾ അതൊക്കെ വേഗം ചെയ്യിപ്പിക്കണം. ഇന്ന് റെസ്റ്റ് എടുക്കൽ കുറച്ച് കൂടിപ്പോയി, കുറച്ച് നേരം കൂടിപ്പോയി, അതിൻ്റെ ആട്ടോ ഇപ്പോൾ ഈ ടൈമൊക്കെ കഴുകിപ്പോയത്. ഹലോ ഷെഫ്, ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ലേ ഇവിടെ. അപ്പം ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്തിക്കണം അല്ലേ? അല്ല, കുറച്ചും കൂടി പറയാനുണ്ട്, എന്നിട്ടാണ് വൈൻഡപ്പ് ആക്കുന്നുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമന്റ് അടിക്കണം, ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് അടിക്കണം. പിന്നെ ഒരു കാര്യം കൂടി മറക്കരുത്, ബെല്ലേക്ക് അടിച്ചു പൊട്ടിക്കണം. അപ്പൊ കേട്ടല്ലോ, അപ്പൊ എല്ലാരും അതൊക്കെ ചെയ്തോളൂ കേട്ടോ. അപ്പൊ വൈൻഡപ്പ് ചെയ്തിക്കണം. ഇല്ല, 1-2 കാര്യങ്ങളുണ്ട് പറയാന്. ഓക്കെ, എന്നിട്ട് പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നത്തെ ഒരു ദിവസത്തെ ഞങ്ങളുടെ നോമ്പ് തുറ അല്ലേ. നാളെ ഞാൻ വിളിക്കല്ല, അത്താഴത്തിനല്ലേ, അല്ലാണ്ട് നോമ്പെടുക്കുന്നില്ല. നോമ്പെടുക്കണ്ട കുഞ്ഞു വാവ. അയ്യോ, ഓക്കെ എന്താ ഇളകി കളിക്കണം. ഇന്നത്തെ നോമ്പ് അങ്ങനെ അടിപൊളിയായിട്ട് കഴിഞ്ഞു. എന്താ പറയുക, നല്ല രീതിയിൽ അങ്ങ് പോയി. ഇനി നാളെ 5 ആയല്ലേ നോമ്പ്. അപ്പോൾ എത്ര പെട്ടെന്ന് നോമ്പുകളൊക്കെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നാളെ നല്ല എന്താ പറയുക, നല്ല രീതിയിൽ നോമ്പൊക്കെ എടുക്കാനൊക്കെ പറ്റട്ടെ. അപ്പോൾ ഇന്നും ഒരു കുട്ടി വീഡിയോ തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, മോള് പറഞ്ഞതാണല്ലേ, അപ്പോൾ എൻ്റെ വക ഒന്നും കൂടി പറയാം, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. പിന്നെന്തുവാ, അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ആക്കല്ലേ. ലൈക്ക് മാത്രമല്ല, സബ്സ്ക്രൈബ് അതൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് നമുക്ക് ബൈ പറയാം. അപ്പം നാളെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്തു. എല്ലാവർക്കും ബൈ. ബൈ. ഞങ്ങൾ പോവാണേ, ഞങ്ങൾക്ക് കുറച്ചധികം പഠിക്കാനും പഠിപ്പിക്കാനൊക്കെ ഉണ്ട്. ടൈം കുറേ പോയിക്കൊണ്ടിരിക്കുകയാണേ, നാളെ സ്കൂളൊക്കെ ഉണ്ട്, അതാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.